അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും മികച്ച പരിഗണന നൽകാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ധാരണയായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കി ഫലപ്രദമെന്ന് തെളിഞ്ഞ 3 ടേം നിബന്ധന നിയമസഭയിലേക്കും വ്യാപിപ്പിക്കുകയെന്ന നിർദ്ദേശം പാർട്ടി സജീവമായി പരിഗണിക്കുകയാണ്. നിബന്ധന നടപ്പാക്കണോ, നടപ്പാക്കിയാൽ തന്നെ ആർക്കെല്ലാം ഇളവ് നൽകണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച റംസാന് മുൻപ് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും. അതേസമയം തന്നെ അനിവാര്യരെന്നും പാർട്ടി ഘടകം കണ്ടെത്തുന്നവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധനയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം താഴെത്തട്ടിൽ നിന്നും ഉയർന്നിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വവുമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച ചില സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറണമെന്ന ആവശ്യം ജില്ലാ ഘടകങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ താൽപര്യം കൂടി അറിഞ്ഞ ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടേമോ അതിലധികമോ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്താനെടുത്ത തീരുമാനം ഗുണം ചെയ്തുവെന്ന് പാർട്ടി പിന്നീട് വിലയിരുത്തിയിരുന്നു. താഴെത്തട്ടിൽ ഒതുക്കി നടത്താതെ തന്നെ ടേം നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നു വരുന്നുമുണ്ട്. നിലവിൽ ലീഗ് MLA-മാരിൽ 7 പേരാണ് 3 അതിലധികമോ തവണയായി സഭയിലുള്ളത്. ഇതിൽ PK കുഞ്ഞാലിക്കുട്ടി അടുത്ത തെരഞ്ഞെടുപ്പിലും പാർട്ടി നയിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സാദിഖ് അലി തങ്ങളുടെ വളരെ ചർച്ച ചെയ്യപ്പെട്ട പ്രസ്താവനയുണ്ടായത്. ലീഗിൽ നിന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ലീഗിന് അത് നൽകാൻ യാതൊരു മടിയുമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൃത്യമായി പറയുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ആ സ്ഥാനം നൽകുമെന്നും അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഇത് വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. അതിനുള്ള പ്രധാന കാരണം കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തുറപ്പിച്ചിട്ട് വരുന്നത്. എന്നാൽ ആ വാക്കുകളൊന്നും തന്നെ അത്ര കണ്ട് കാര്യമായി കണ്ട ആവശ്യമില്ല എന്ന് പിന്നീട് PMA സലാം പറയുന്നുണ്ട് എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പേരിൽ അവിടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വലിയ ഒരു ഘടകം തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും ലീഗിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ഈ നീക്കമെല്ലാം തന്നെ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പാളത്തിന് തന്നെ ആയിരിക്കും വിജയമെന്ന ഉറച്ച നിലപാടിന്റെ പുറത്തു തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2021 ശേഷം 2ാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെയാണ് കോൺഗ്രസ് ആണെങ്കിലും UDF ആണെങ്കിലും മനസ്സിലാക്കുന്നത്. അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും CPM-നേറ്റ വലിയ പരാജയമാണ്. CPM-ന്റെ തന്നെ വോട്ടുകൾ വലിയ തരത്തിൽ ചോർന്നതായി CPM-ന്റെ പ്രവർത്തന റിപ്പോർട്ടുകൾ പോലും പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിൽ പോലും ഈഴവ വോട്ടുകൾ ചോർന്നു എന്ന് CPM-ന്റെ പ്രവർത്തന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിനെല്ലാം പ്രധാന കാരണം വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്നതാണ്. എന്തുതന്നെയാണെങ്കിലും ഇതിനെയെല്ലാം തന്നെ തരണം ചെയ്യേണ്ടിയിരുന്ന ബജറ്റാണെങ്കിൽ പോലും CPM-ന്റെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കും നയിച്ചിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായിരിക്കും വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ UDF തന്നെയായിരിക്കും വിജയിക്കുക എന്ന ഉത്തമ ലക്ഷ്യത്തിന്റെ പുറത്താണ് ലീഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വരുന്നത്. മാത്രമല്ല ലീഗിനെ സംബന്ധിച്ച് എപ്പോഴും മുതിർന്ന നേതാക്കൾ മാത്രം നയിക്കുന്നു എന്ന വലിയൊരു വിമർശനമുണ്ട്. ആ വിമർശനത്തിന് കടിഞ്ഞാണിടാനും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ സാധിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്കെല്ലാം തന്നെ അവസരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വിമർശനം ലീഗിന് എതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലെല്ലാം തന്നെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിച്ചതാണ്. പക്ഷേ പിന്നീടാണ് മലപ്പുറത്താണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും എന്നും കേട്ടുപരിചയമുള്ള 2 സ്ഥാനാർത്ഥികളെ തന്നെ ലീഗ് നിർത്തുന്നത്. അതിൽ ആദ്യമെല്ലാം തന്നെ വിമർശനം ഉയർന്നിരുന്നുവെങ്കിൽ പോലും പിന്നീടാണ് CPM-യുമായുള്ള ശക്തമായ മത്സരം കണ്ടുകൊണ്ട് യൂത്തിലേക്ക് പിന്മാറുന്നത്. ശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ലീഗ് വീണ്ടും യുവാക്കളെ കൂടി അഥവാ പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ലീഗ് കൃത്യമായി തന്നെ കരുക്കൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റത്തിൽ ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ ഏറെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അവയെ സംബന്ധിച്ച് ഔദ്യോഗികമായി ഒന്നും തന്നെ പുറത്തുവിടാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറാകുന്നില്ല. അതിനുള്ള പ്രധാന കാരണം മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാളിച്ചകളും വിള്ളലുകളും ചർച്ചകളും തന്നെയാണ്.